ആക്ഷന്റെ അങ്ങേയറ്റം വില്ലന്റെ ആ എന്ന് പോയല്ലോ മേക്കിംഗ് പെർഫെക്റ്റ്, ആക്ഷൻ പെർഫെക്റ്റ്, ഡയറക്ഷൻ പെർഫെക്റ്റ്, എല്ലാ മേഖല ഈ സിനിമ എല്ലാം പെർഫെക്റ്റ്. ഒന്നും പറയില്ല, പൊളിപ്പോ സീറ്റൊക്കെ പണിയോ ടൈറ്റ് ചെയ്തോ അമ്മാതിരി അടിപൊളി സാധനം. വൈശാഖേട്ടന്റെ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂക്കയുടെ ഒരു ജാക്കി ചാൻ ടർബോ, അതന്നെയാണ് പടം. മഴ പെയ്യുന്നുണ്ട് പക്ഷെ നോക്കണ്ട, ആൾക്കാർ വഞ്ചി തുറഞ്ഞ് തിയേറ്ററിലേക്ക് വരും. അമ്മാതിരി അടിപൊളി പടം, സെറ്റ് സാധനം. മാനുവൽ തോമസും മമ്മൂക്കയും വൈശാഖും കൂടെ ചേർന്നപ്പോ തിയേറ്ററിൽ ഇടിയുടെ പൂരപ്പുറമാണ്. സൂപ്പർ പടം, സൂപ്പർ സൂപ്പർ ആക്ഷൻ, അടിപൊളി അടിപൊളി ആക്ഷൻ. ഇംഗ്ലീഷ് പടം മമ്മൂട്ടിയുടെ അവസാനത്തെ ഒരു 15 വേണ്ടിയുള്ള ആ ഫൈറ്റിലേക്ക് എത്തിച്ച ആ ഫൈറ്റ് രംഗങ്ങൾ ഈ സിനിമയെ ഒരു വാച്ചബിൾ മൂവിയാക്കി മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഒരു പാർട്ടിൽ ഇതിൽ കൂടുതൽ ആക്ഷനും ഒടിവാർന്ന ആക്ഷനും പ്രതീക്ഷിക്കും. കാണാണ്ട് മമ്മൂട്ടി കമ്പനി പടം പിടിക്കില്ലെന്ന് ഇതികൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പടവും ഒക്കെ ഡിഫറെൻറ്റ് ജോണറിലുള്ള പടങ്ങളാണ്. അതേപോലെ തന്നെ ഇതും ഒരു ഡിഫറെൻറ്റ്, അത് നമുക്കടെ അടിപ്പടം, മാസ് പടം അങ്ങനെയാണ് പറയാം. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു എൻട്രി പോലെ വന്നിട്ടുണ്ട്. ആ സെക്കൻഡ് ഹാഫിലെ ട്വിസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും ഒരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കും. കാരണം അമ്മാതിരി ലെവല് ക്ലൈമാക്സ് ആണ് കൊണ്ടു നിർത്തിയത്. പിന്നെ വില്ലൻ ചെയ്തേക്കുന്നത് രാജ്വി ഷെട്ടി. പുള്ളിനെ കാണുമ്പോൾ ഒരു വില്ലൻ്റെ ലുക്കില്ലെങ്കിലും പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കിടിലം വില്ലനേഴ്സ്.